ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. അടൽ പെൻഷൻ യോജന 2030-31 സാമ്പത്തിക വർഷം വരെ തുടരുന്നതിന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് 6 പുതിയ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ രൂപീകരിക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് നിയമസഭയിൽ നാളെ തുടക്കം. ഭിന്നശേഷിക്കാർക്കൊപ്പം സർക്കാർ എന്നും ഉണ്ടാകുമെന്ന് സവിശേഷ ഭിന്നശേഷി സർഗോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം നാളെ പഞ്ചാബിനെ നേരിടും. വാർത്തകൾ വിശദമായി. അടൽ പെൻഷൻ യോജന 2030-31 സാമ്പത്തിക വർഷം വരെ തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ധനസഹായം ദീർഘിപ്പിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വാർദ്ധക്യകാല വരുമാന സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെ 2015 പദ്ധതി ആരംഭിച്ചത്. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് 5000 കോടി രൂപയുടെ ഓഹരി പിന്തുണ നൽകുന്നതിനും മന്ത്രിസഭാ യോഗം അനുമതി നൽകി. 25,74,000-ലധികം പുതിയ MSME ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. വയനാട് ജില്ലയിലെ മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത പ്രദേശത്തെ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള പ്രത്യേക വായ്പാ പദ്ധതിക്കും വയനാട്, കോഴിക്കോട് ജില്ലകളിലെ ദുരന്ത ബാധിതർക്കുള്ള ഉജ്ജീവന പദ്ധതിക്കും സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. കല്ലാർ, ആനക്കുളം, മലമ്പുഴ, ആനക്കാംപൊയിൽ, കൊട്ടിയൂർ, ബന്തെടുക്ക എന്നിവിടങ്ങളിലായി 6 പുതിയ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ രൂപീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നത് ലക്ഷ്യമിട്ടാണ് നടപടി. ചെല്ലാനം കടലാക്രമണ പ്രതിരോധ പ്രവർത്തനം രണ്ടാംഘട്ട പ്രവർത്തിക്കും മന്ത്രിസഭ തത്വത്തിൽ അംഗീകാരം നൽകി. അന്തരിച്ച MLA കാനത്തിൽ ജമീലയ്ക്ക് ചരമോപചാരമർപ്പിച്ച് നിയമസഭ. പുരോഗമന പ്രസ്ഥാനത്തിന് നികത്താനാകാത്ത നഷ്ടമാണ് കാനത്തിൽ ജമീലയുടെ വിയോഗമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ഭൂപടത്തിൽ സ്ത്രീകളുടെ സ്വരം ഉയർത്തുന്നതിന് ശ്രദ്ധ നൽകിയിരുന്ന നേതാവായിരുന്നു കാനത്തിൽ ജമീല എന്ന് സ്പീക്കർ AN ഷംസീർ അനുസ്മരിച്ചു. സഭയിൽ എല്ലായ്പ്പോഴും ജനാധിപത്യ ബോധവും മതേതര നിലപാടും പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു കാനത്തിൽ ജമീലയെന്ന് പ്രതിപക്ഷ നേതാവിനെ പ്രതിനിധീകരിച്ച് K. ബാബു MLA പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച സഭയിൽ നാളെ ആരംഭിക്കും. നവകേരള നിർമ്മിതിയിൽ തുല്യനീതി ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭിന്നശേഷി സർഗോത്സവത്തിന്റെ സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷിക്കാർ ഒറ്റയ്ക്കല്ലെന്നും സർക്കാർ എന്നും അവർക്കൊപ്പം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഭിന്നശേഷി എന്നത് കുറവല്ല, അത് വ്യത്യസ്തമായ ശേഷിയാണ്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ബാരിയർ ഫ്രീ കേരളം, ആ പദ്ധതിയിലൂടെ സർക്കാർ ഓഫീസുകളും പൊതു ഇടങ്ങളുമെല്ലാം ഭിന്നശേഷി സൗഹൃദമാക്കിയിരിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തുല്യനീതി ഉറപ്പാക്കുന്ന ഒരു നവകേരളം നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പടുക്കാം. 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ജനുവരി 26 ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിവാദ്യം സ്വീകരിക്കും. പരേഡിന് സാക്ഷ്യം വഹിക്കാൻ 10,000-ഓളം പ്രത്യേക അതിഥികളെയാണ് ഇക്കുറി ക്ഷണിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങൾ പരേഡിന് മാറ്റേകും. യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയറും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥികളാകും. ദേശീയ ഗീതമായ വന്ദേ മാതരം ത്തിന്റെ 150-ാം വാർഷികമാണ് ഈ വർഷത്തെ ദിനാഘോഷ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തും. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് എത്തുന്ന പ്രധാനമന്ത്രി പുത്തരിക്കണ്ടം മൈതാനിയിലെ 2 വ്യത്യസ്ത പരിപാടികളിലാണ് പങ്കെടുക്കുന്നത്. പുതിയ ട്രെയിൻ സർവീസുകൾ അടക്കമുള്ള സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടന പരിപാടിയിലും BJP സംഘടിപ്പിക്കുന്ന പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. തിരുവനന്തപുരത്തിനായുള്ള നഗര വികസന രേഖയുടെ പ്രഖ്യാപനം ഇവിടെ വെച്ച് പ്രധാനമന്ത്രി നടത്തുമെന്ന് BJP വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് തിരുവനന്തപുരത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബയോ 360 ലൈഫ് സയൻസസ് പാർക്കിൽ CSIR NIIST ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് ഓൺടർപ്രീനർഷിപ്പ് ഹബിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി വെള്ളിയാഴ്ച നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പഠനം പൂർത്തിയാക്കി തൊഴിലിനായി തയ്യാറെടുക്കുന്ന യുവജനങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കുന്ന കണക്ട് ടു വർക്ക് പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. +2 മുതൽ ബിരുദം വരെയുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള 18നും 30നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകുന്നതാണ് പദ്ധതി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കുമായി ഏർപ്പെടുത്തിയിട്ടുള്ള മെഡിസെപ് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ 2ാം ഘട്ടം ഫെബ്രുവരി 1 മുതൽ നടപ്പിൽ വരുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നിലവിൽ പദ്ധതിയിലുള്ളവരെല്ലാം പുതുക്കിയ പദ്ധതിയുടെയും ഗുണഭോക്താക്കളായിരിക്കും. പദ്ധതിയുടെ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറാൻ പോവുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി രാംദാസ് അഠാവലെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് വികസനത്തിനായി സമഗ്രമായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിൽ ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ദേശീയതലത്തിൽ നടക്കുന്ന റോസ്ഗാർ മേളയുടെ 18ാമത് പതിപ്പാണിത്. SNDP NSS ഐക്യപ്രമേയം പാസാക്കി SNDP നേതൃയോഗം. ആദ്യവട്ട ചർച്ചയ്ക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തിയതായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SNDPയുമായുള്ള NSSന്റെ യോജിപ്പ് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പ്രതികരിച്ചു. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അപഹരിച്ച കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ജാമ്യം. എന്നാൽ കട്ടളപ്പാളിയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകില്ല. ബസ്സിൽ ലൈംഗികാതിക്രമം ആരോപിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട്ട് യുവാവ് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിതയെ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതയെ പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവത്തിന് നാളെ തുടക്കം. കണ്ണൂർ പോലീസ് മൈതാനിയിൽ എഴുത്തുകാരൻ T പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള വൈവിധ്യമാർന്ന ചെടികളും പൂക്കളും ഫലവൃക്ഷ തൈകളും മറ്റ് നടീൽ വസ്തുക്കളും ഔഷധ സസ്യങ്ങളും പുഷ്പോത്സവത്തിൽ ഒരുക്കുന്നുണ്ട്. 12,000 ചതുരശ്ര അടിയിലുള്ള വർണ്ണോദ്യാനം പുഷ്പോത്സവത്തിലെ പ്രധാന ആകർഷണമാവും. ആറളം ഫാം, കരിമ്പം ഫാം, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ, അനർട്ട്, റെയ്ഡ്കോ എന്നിവയുടെ പവലിയനുകളും ഒരുക്കിയിട്ടുണ്ട്. ഫുഡ് കോർട്ട്, കുട്ടികൾക്കായുള്ള അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും പുഷ്പോത്സവത്തിന്റെ ഭാഗമായി സജ്ജീകരിക്കുന്നുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. ഫെബ്രുവരി 5-ന് പുഷ്പോത്സവം സമാപിക്കും. 79ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് അസമിൽ തുടക്കമായി. ഗ്രൂപ്പ് എയിൽ രാജസ്ഥാൻ ഉത്തരാഖണ്ഡിനെയും തമിഴ്നാട് അസമിനെയും പശ്ചിമ ബംഗാൾ നാഗാലാൻഡിനെയും പരാജയപ്പെടുത്തി. നാളെ പഞ്ചാബിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ഇന്ത്യ ന്യൂസിലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാഗ്പൂരിൽ പുരോഗമിക്കുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 19 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 217 റൺസ് എന്ന നിലയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 25-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 23 വരെ അറിയിക്കാം. തിരുവനന്തപുരം പള്ളിപ്പുറത്തെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷിക സ്മരണയ്ക്കായി തിരുവനന്തപുരം പാളയത്ത് ബാൻഡ് പ്രകടനം സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അടൽ പെൻഷൻ യോജന 2030-31 സാമ്പത്തിക വർഷം വരെ തുടരുന്നതിന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് 6 പുതിയ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ രൂപീകരിക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് നിയമസഭയിൽ നാളെ തുടക്കം. ഭിന്നശേഷിക്കാർക്കൊപ്പം സർക്കാർ എന്നുമുണ്ടാകുമെന്ന് സവിശേഷ ഭിന്നശേഷി സർഗോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം നാളെ പഞ്ചാബിനെ നേരിടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.